നിപ്പൊക്കെ കണ്ടിട്ട് ഒരു സ്റ്റാൻഡപ്പ് പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല. എന്റെ ഗസ് നോക്കൂ സുഹൃത്തുക്കളെ, പൊളിച്ചടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്റ്റാൻഡപ്പ്. ഒരു കിടക്കാച്ചി പെർഫോമൻസ് നോക്കി 3 എണ്ണം അവിടെ ഇരിപ്പുണ്ട്, 3 എണ്ണത്തിനെ ചിരിപ്പിച്ചോ. എന്റെ എല്ലാവിധ 1000 ആശംസകളും. Your time starts now. കേരളത്തിൽ ഇതാദ്യമായി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 26-ന് അവസാനിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച മോദിയുടെ ഗ്യാരണ്ടിക്ക് ഇത്തവണ കൂട്ടത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇരു മുന്നണികളുടെയും വിഭജന രാഷ്ട്രീയം, LDFന്റെയും UDFന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കാൻ പോകുന്നത്. BJPക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും, താഴെ തലത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. NDA കേരളത്തിൽ നല്ല സംഖ്യയിൽ അക്കൗണ്ട് തുറക്കും. നല്ല നിലയിൽ വിജയം, മോദിക്ക് അനുകൂലമായിട്ടുള്ള വിജയം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കേരളം പിന്തുണ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇത്തവണ ഉണ്ടാവും. എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും എല്ലാ കുപ്രചാരണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. BJP അവസാന നിമിഷം വരെ പരാജയപ്പെടുത്താൻ വേണ്ടി കള്ളക്കഥകൾ മെനഞ്ഞവർക്കും വ്യാജ പ്രചരണങ്ങൾ നടത്തിയവർക്കും തിരിച്ചടി നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് കേരളത്തിൽ വരുന്നത്. വലിയ തോതിൽ NDA വിജയം തടസ്സപ്പെടുത്താൻ ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു. നുണപ്രചാരണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഒരു മാസക്കാലം കേരളത്തിലുടനീളം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഏതാനും മാധ്യമങ്ങളും നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിജിക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ രാഷ്ട്രീയ മാർഗനിർദ്ദേശം ജനങ്ങൾ തന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന കേരളം ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയമല്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. മുന്നോട്ട് പോകാനുള്ള ആവേശവും പ്രേരണയും നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക. ജൂൺ 4 കേരളത്തിലെ BJP NDA പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, ഞങ്ങൾ നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും. ശക്തമായ അടിയൊഴുക്കുകൾ നടന്ന നിരവധി മണ്ഡലങ്ങൾ, 20 മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് ഓരോ മണ്ഡലം ചോദിച്ചാൽ എല്ലാ മണ്ഡലങ്ങളും പിന്നെ വോട്ടെണ്ണേണ്ട ആവശ്യമില്ല. ഇനി തോറ്റിട്ടും എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്? അത് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 സീറ്റിലൊന്നും പരിമിതപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഞങ്ങൾ അതിൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കും. ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ. കൺഗ്രാറ്റുലേഷൻസ്, 50,000 രൂപ ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുക.